സാറാ ജോസഫിലേക്ക് താങ്കൾ എന്തായാലും വിധി പകർപ്പ് താങ്കൾ കേട്ടുവല്ലോ. തൃപ്തിയാണോ കാര്യങ്ങൾ? തൃപ്തിയോടുകൂടി തന്നെ വിലയിരുത്തപ്പെടാവുന്ന സാഹചര്യമാണോ ഉള്ളത്? ഞാന് ചന്ദ്രബോസിന്റെ അമ്മയെയും മകനെയും കണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അതൃപ്തിയാണ് ഈ വിധിയിൽ നിന്നാണ് അവരെ വളരെ അതൃപ്തരാണ് ഈ വിധിയിൽ. ജീവപര്യന്തമോ അതല്ലെങ്കിൽ വധശിക്ഷയോ എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത്രയുമാണ്, ഈ ശിക്ഷാവിധി ശരിക്കും ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കൊടുത്ത നഷ്ടപരിഹാരം എന്ത് എന്നുള്ളത് വളരെ വളരെ സങ്കീർണമായൊരു സംഗതിയായിപ്പോയി. അതായത് 5 കോടി രൂപ പ്രോസിക്യൂഷൻ പിന്നെ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോടീശ്വരന്മാരാണ് അവര്. നമുക്കറിയാം, 1000-ലധികം കോടികളുടെ ആസ്തിയുള്ള ഒരു കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ പോലും ഇരയായ ഈ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കൊടുത്തില്ല എന്നുള്ളത് ഇത് വളരെ ഒരു മോശപ്പെട്ട വശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് തന്നെയുമല്ല, ഹലോ കേൾക്കാം സാറാ ജോസഫ് പറഞ്ഞോളൂ. കാരണം സാറാ ജോസഫ്, താങ്കൾ പ്രകടിപ്പിച്ചത് വലിയൊരു വികാരമാണ്. കാരണം വിധിയിൽ നിഴലിക്കുന്നതും അതാണ്. എന്തുകൊണ്ട് ഈ സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു? ഇവിടെ ജീവപര്യന്തം എന്ന വിധി വന്നിട്ട് കൂടി അവിടെ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുന്നില്ല. 24 വർഷം അനുഭവിച്ച ശേഷം ജീവപര്യന്തം. മേൽക്കോടതിയിലേക്ക് സ്വാഭാവികമായും പണക്കൊഴുപ്പിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചും അതിന് അവകാശമുണ്ട്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോഴൊക്കെ ഇത് ഏത് രീതിയിൽ അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടും? വലിയ ആശങ്ക തോന്നുന്നുണ്ടോ? അതെ, തന്നെയുമല്ല, ഇതിലെ പ്രശ്നം മറ്റൊന്നാണ്. ഇയാൾക്ക് കിട്ടുന്ന ജീവപര്യന്ത ശിക്ഷ ഇയാൾ എങ്ങനെ അനുഭവിക്കും എന്നുള്ളതിന് നമ്മുടെ പോലീസ് സംവിധാനവും മറ്റേ ജയിലിന്റെ സംഗതികളൊക്കെ വെച്ച് നോക്കിയാൽ അയാൾക്ക് അവിടെ സുഖവാസം ആയിരിക്കും ഈ വരുന്ന വർഷങ്ങളില്. നമുക്കറിയാം, അയാൾക്ക് പണം മുടക്കാൻ കഴിയും, പലതരത്തിൽ സ്വാധീനിക്കാൻ കഴിയും. ഈ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവപര്യന്തത്തിനെ ഒരു സുഖവാസമാക്കി മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. അതായത് സാറാ ജോസഫ്, നാടാറ് മാസം ജയിലാറ് മാസം എന്ന കാര്യമായിരിക്കും കാണാൻ പോകുന്നത്. വളരെ തന്നെയുമല്ല, കോടികൾ കൊടുത്തുകൊണ്ട് വക്കീലന്മാരെ വെച്ച് ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് അയാള് രക്ഷപ്പെടാനും വഴിയുണ്ടോ എന്ന ആശങ്ക എനിക്കിപ്പോ ഉണ്ട്. കാരണം ഈ കേസിന്റെ വിധി ഇത്രത്തോളമെങ്കിലും എത്തിച്ചത് അതീവ ജനജാഗ്രത, മാധ്യമ ജാഗ്രത, അതുപോലെ തന്നെ പല തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാര്, നിശാന്തിനെ പോലെയുള്ള ഓഫീസേഴ്സ്, ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു കൊല്ലത്തോളം നിതാന്തര ജാഗ്രത പുലർത്തിയിട്ടാണ് ഇയാളെ കുറ്റക്കാരനാണ് എന്ന് ഇന്നലെ കുറ്റാരോപിതനാക്കാൻ സാധിച്ചത്. അഡ്വക്കേറ്റ് ഫിലിപ്പം പ്രസാദ് ഇവിടെ സൂചിപ്പിച്ചത് ചില ശിവൻ പടത്തിലും പ്രകടിപ്പിച്ച ഒരു കാര്യം, സുപ്രീം കോടതിയുടെ നോംസ് ഉണ്ടല്ലോ. കാരണം ജീവപര്യന്തം വിധി എന്നുള്ളത് ആ രീതിയിൽ ഏതർത്ഥത്തിലാണോ വിവക്ഷിച്ചിരിക്കുന്നത് അതേ അർത്ഥത്തിൽ ഈ വിധിയെ കാണുമ്പോൾ ചില സംശയങ്ങളോ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് നിഴലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ അഡ്വക്കേറ്റ് ഉദയഭാനു ഇക്കാര്യത്തിൽ ഉറപ്പിച്ച് പറയുന്നു, വെവ്വേറെ കേസ്, 24 വർഷത്തിന് ശേഷം ജീവപര്യന്തം. ഇതിലൊരു വ്യക്തതക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിലൊരു വ്യക്തതക്കുറവ് എനിക്ക് ഉദയഭാനു സാറ് പറഞ്ഞത് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും വിധി വന്നിട്ടല്ലേ അത് അറിയൂ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോയെന്ന്. പക്ഷേ പ്രധാന കാര്യം അതൊന്നുമല്ല. ജയിലിൽ ചെന്നാൽ ഉടനെ ഒരു ഹാർട്ട് അറ്റാക്കിൽ രാത്രി 2 മണിയാവുമ്പോൾ ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ഒരു പ്രത്യേക ഡോക്ടർ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഇത് ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള മറ്റ് പല രോഗങ്ങളും ഉള്ളത് പരീക്ഷിച്ച വ്യക്തി കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അതൊക്കെ ജയിൽ സെല്ലിലേക്ക് ഒരു മാറ്റം, അവിടെ 1 മാസം, അവിടെ സകല സുഖ സൗകര്യങ്ങളും, അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം ജയിലിൽ. ഇത്തരം ഒരു ശിക്ഷയായിരിക്കും നമ്മുടെ. അത് നേരിടാൻ ഇനിയും ജാഗ്രത വേണം. വേറെ യാതൊരു മാർഗവുമില്ല. ഇതിന് വേറൊരു പരിഹാരമില്ല. അവിടെയാണ് മീഡിയയുടെ റോള്. മീഡിയ ആ റോള് വഹിക്കുമ്പോൾ പല അപാകതകളും പറ്റും. കാര്യം മീഡിയയിൽ തന്നെ പലതരം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരിത്തിരി എക്സാജറേറ്റ് ചെയ്ത് പോകും. അതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന് ഇത്തിരി പരാതിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. അതിൻ്റെ പേരിൽ അത്ര അങ്ങോട്ട് ഈ മീഡിയയെ അങ്ങോട്ട് ആക്രമിക്കരുത്. കാര്യം മീഡിയയിൽ ചിലപ്പോൾ ഇത്തിരി എക്സാജറേഷൻസ് വരും. പക്ഷേ ഈ എക്സാജറേഷൻസോട് കൂടിയ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ഇത്രയും ഈ പറയുന്ന തൃപ്തി ആർക്കും. ജെയിംസ് വടക്കഞ്ചേരി, ഇവിടെ സാറ ടീച്ചർ സൂചിപ്പിച്ചത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. കാരണം 5 കോടിയെങ്കിലും 5 കോടിയാണ് ആവശ്യം ഇവരുടെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം കുടുംബത്തിന്റെ അത്താണി, ജീവിത സാഹചര്യങ്ങൾ അതെല്ലാം നഷ്ടപ്പെട്ട്
തടയപ്പെട്ട് മാനത്ത് നോക്കി നിൽക്കുന്ന ഇരയാകുന്ന ഒരവസ്ഥ. ഇരയ്ക്ക് ലഭിക്കേണ്ട ആ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച തുകയുടെ പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരറ്റത്ത് പോലും എത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ അർത്ഥത്തിൽ നിഴലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നിസാമാണ് എതിരിൽ നിൽക്കുന്നത്. ഏതൊക്കെ തലങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്താം, ഇതൊക്കെ നമുക്ക് മുൻവിധിയോടുകൂടി തന്നെ കാണേണ്ടി വരും. ആ അർത്ഥത്തിൽ നോക്കിയാൽ അതായത് സാറ ടീച്ചർ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. അതായത് ഇതൊരു ക്ലാസ് ഹേറ്റ്രഡ്. അതായത് ഈ നിസാം വലിയ പണക്കാരനാണ്, അതുകൊണ്ട് അയാൾ 5 കോടി കൊടുക്കട്ടെ എന്നൊക്കെയുള്ളതായ ചിന്താഗതി നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇവിടെ സൂര്യനെല്ലിയിൽ ഒരു പെൺകുട്ടിക്ക് 25,000 കൊടുത്ത്, 5,000 കൊടുത്ത്, 50,000 കൊടുത്ത്, 5 ലക്ഷം കൊടുത്ത്, ഇപ്പോൾ 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇതിന് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഈ നഷ്ടപരിഹാരം നിശ്ചയിക്കണേ എന്നുള്ളതിന് നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥയില്ല. ഒരു ജഡ്ജിക്ക് തോന്നാണ് 5,000 മതി, 5,000 കൊടുത്തു. വേറൊരു ജഡ്ജി വേണം 50,000, 5 കോടി ചോദിക്കുന്നു. അപ്പോൾ ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ളതായ കേസ് വരുമ്പോൾ കേസ് ശിക്ഷിച്ച് കഴിഞ്ഞിട്ട് ഈ ഫയല് ക്രൈം വിക്ടിം കോമ്പൻസേഷൻ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ MACT കോടതികൾ വെച്ചേക്കും പോലെ ഉള്ള കോടതികൾ അവിടെയുണ്ട്. ആ കോടതി നിശ്ചയം എടുത്തിട്ട് ഇയാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ളതായ കോമ്പൻസേഷൻ കൊടുക്കുന്ന ആ കോടതി ട്രൈബ്യൂണൽ തീരുമാനിച്ചിട്ട് അവർ പറയും ഇയാൾക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഇത്രയാണ്. അങ്ങനെ ഒരു ശാസ്ത്രീയതയില്ലാതെ ചില കേസുകളിൽ 5,000, ചിലതിൽ 50,000. ഇപ്പോൾ സാർ ടീച്ചർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ 1 കോടിയെങ്കിലും കൊടുക്കണം. അങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കത്തക്ക വിധത്തിൽ ശാസ്ത്രീയതയില്ലാതെ നമുക്ക് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ 50 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈ 50 ലക്ഷം രൂപ ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും? അതായത് ഇപ്പോൾ ഈ പിറന്നാളിനുള്ളത് 16 കിട്ടുന്നത് പോലെ ഇനി വിധിയും കഴിഞ്ഞ് അപ്പീലും കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് 50 ലക്ഷം. ഇപ്പോൾ സൂര്യനെല്ലിൻ്റെ കേസിൽ ആ പെൺകുട്ടിക്ക് കാശ് കിട്ടിയിട്ടുണ്ട് അവരെ. അതായത് ഇതേ മാത്രമല്ല ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് വാഗ്ദാനം ചെയ്ത ജോലി അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ അത് എത്രത്തോളം മാധ്യമങ്ങൾ ചർച്ചകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെട്ടത് സാഹചര്യങ്ങളൊക്കെ അത് എത്രത്തോളം വിവാദമായതിനു ശേഷമാണ് അതിലേക്ക് നടപടിയിലേക്ക് പോയത്. ഈ 50 ലക്ഷം എങ്ങനെ ഈ കോടതിയുടെ മുമ്പിൽ ഈ കോമ്പൻസേഷന് ഒരു കാര്യങ്ങളും വരുന്നില്ല. ശിക്ഷിക്കുന്നു, 50 ലക്ഷം കൊടുക്കാൻ പറയുന്നു. ഈ 50 ലക്ഷം കൊടുക്കാനായിട്ട് പറയുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഇത് കോടതി പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ക്രൈം വിക്ടിം കോമ്പൻസേഷൻ ട്രൈബ്യൂണൽ സ്ഥാപിച്ചിട്ട് ഇതുപോലുള്ള കേസുകളിൽ ഈ ഫയൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ അവർ തീരുമാനിക്കട്ടെ, MACT പോലെ ഇത്ര രൂപ നിങ്ങൾക്ക്. അതല്ലാതെ നിസാമായതുകൊണ്ട് 5 കോടി, വേറൊരുത്തനാണെങ്കിൽ ഈ കൊന്ന ആൾ ഒന്നുമില്ലാത്ത ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 5 രൂപയിലും അവസാനിക്കും. സാമ്പത്തികം മാറ്റിവെക്കുക. പക്ഷേ ഇവിടെ പ്രകടിപ്പിച്ച ഒരു വികാരമുണ്ട്. കാരണം നിസാം ഏതൊക്കെ സംവിധാനങ്ങളെ ഉപയോഗിച്ചു, പോലീസിനെ ഉപയോഗിച്ചു, രാഷ്ട്രീയമായി ഉപയോഗിച്ചു, സുപ്രീം കോടതിയെ അടക്കം വിചാരണ കോടതി കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം പോകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുത്തു. ഈ അർത്ഥത്തിൽ ഇനിയുള്ള ജീവപര്യന്തം അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് കടന്നാൽ സാർ ടീച്ചർ പ്രകടിപ്പിച്ചത് വലിയൊരു സംശയമാണ്. 6 മാസം അല്ലെങ്കിൽ 6 മാസം ജയിലിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകില്ലേ? കാരണം നിസാമിന് മുന്നിൽ എല്ലാ സംവിധാനങ്ങളും തുറക്കുമോ? അത് വലിയൊരു പ്രകടമായ ഒരു സംശയമല്ലേ? അങ്ങനെ സംശയിക്കാം. പക്ഷേ എനിക്ക് ജയിലിനെ കുറേ കൂടി കൂടുതൽ അടുത്തറിയാവുന്നതുകൊണ്ട് അഡ്വക്കേറ്റ് ഫിലിപ്പൻ പ്രസാദ് എന്നെക്കാൾ ഒരുപക്ഷെ അവിടെ വസിച്ച ഒരാളെന്ന നിലയിൽ കുറേ കൂടി അറിയാൻ പാടിക്കും. ഇവർ ഈ പറയുന്നത് പോലെ അത്ര ഉള്ളതായ ഇപ്പം നമ്മൾ പറയാറുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ഈ ബന്ധനം തന്നെ പാലില്ല എന്ന് പറയുന്നത് പോലെ ആ ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതി, അവരുടേതായ ഭക്ഷണ രീതി, അവരുടേതായ ലിഷർ ടൈം ആക്ടിവിറ്റീസ്, മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്ന അവസരത്തിൽ അത് വളരെയധികം മാനസികവും അല്ലാത്തതുമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശ്രീ വാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വാസുരേന്ദ്ര ബാബു, എന്തായാലും നാൾ വഴികളൊക്കെ കേട്ടറിഞ്ഞ ആ ബോധ്യമുള്ളതുകൊണ്ട് ഈ വിധിയിൽ താങ്കൾ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടോ? പലരും പറഞ്ഞതുപോലെ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിമർശനങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. വിധിയെ പൂർണ്ണാർത്ഥത്തിൽ പരിശോധിച്ചാൽ ഈ വിധി സാധാരണഗതിയിൽ നമ്മൾ അസംഭവ്യമായൊരു വിധിയായി കാണുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും വളരെ പെട്ടെന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ്, ചന്ദ്രബോസിൻ്റെ മരണത്തിന് 1 വർഷം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഇത്രയും വലിയൊരു ധനികനായ ഒരാൾ, എല്ലാ നിലവാരത്തിലും സ്വാധീനം ഉപയോഗിച്ച ഒരാൾ, സാധാരണഗതിയിൽ ഇതിൻ്റെ കേസിനെ അട്ടിമറിക്കാൻ ഈ മുഹമ്മദ് നിസാം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച്, ബന്ധുബലം ഉപയോഗിച്ച്, അതുമാതിരി തന്നെ പോലീസിലുള്ള ബലം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. ആദ്യം അദ്ദേഹത്തിൻ്റെ
ഈ പിന്നെ വസ്ത്രം എടുത്ത് മാറ്റുക, അത് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്ന രീതി സ്വീകരിച്ചു. അതിനുശേഷം എന്താ പറയുക, പോലീസിന് മൊഴി കൊടുക്കുന്ന കാര്യം തടഞ്ഞു. ഈ നിലയ്ക്ക് ഒരു പോലീസ് ഓഫീസർ തന്നെ SP നിലവാരത്തിലുള്ള പോലീസ് ഓഫീസറുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് പല നിലവാരത്തിലുള്ള അനുചിതമായ ഇടപെടലുകളും അന്വേഷണത്തിൽ നടത്തി. ഇതൊക്കെ നടത്തിയതിന് ശേഷവും ഈ കേസ് ഇങ്ങനെ ഒരു പരിണിതിയിലേക്ക് വരുന്നു എന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ക്രമസമാധാന അവസ്ഥ, ആ അവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഞാൻ കാണുന്നു. ഇത്രയും ബഹളങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായതിനു ശേഷവും ഇതിനകത്ത് ജീവപര്യന്തമെങ്കിലും വിധിക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം വലിയ പണക്കാരനായ ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു, അയാൾക്ക് അറിഞ്ഞുകൂടാത്ത ചന്ദ്രബോസിനെ നിസാം അറിയണമെന്നേ ഇല്ല. അങ്ങനെ അറിയാത്ത, യജമാനനോട് പ്രീതി കാണിച്ചില്ല, യജമാനെ സഹായിച്ചില്ല എന്ന ഏറ്റവും വൃത്തികെട്ട യജമാന ബോധം വെച്ചുകൊണ്ട് ഒരാളെ ഏറ്റവും മോശമായി കാറിടിച്ച് കൊല്ലുക, മരണപ്രായനാക്കുക. അത് ആവർത്തിച്ച് 10-25 മിനിറ്റ് അവിടെ നടന്ന നാടകം പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എതിരാളിയല്ലാത്ത ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക ഒരു പണക്കാരനിങ്ങനെ. ആ നിലയ്ക്ക് ചെയ്തിട്ട് സത്യത്തിൽ തേഞ്ഞുമാഞ്ഞു പോകാവുന്ന ഈ കേസ് കോടതിയിൽ എത്തിയതിന് ശേഷവും സാക്ഷി മൊഴി പണം കൊടുത്ത് മാറ്റിക്കുക, ഭീഷണി കൊടുത്ത് മാറ്റിയ സാക്ഷി തന്നെ വീണ്ടും മാറ്റി പറയുക, ഇങ്ങനെയൊന്നും സാധാരണഗതിയിൽ സംഭവിക്കില്ല. ആ അർത്ഥത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണ്. ഒരു ബുദ്ധിമുട്ട് വരുന്നത് പ്രജീഷ്, ഇതിനകത്ത് വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത് എങ്കിൽ അതൊരു നല്ല കാര്യമാകുമായിരുന്നേനെ എന്ന് കരുതുന്നയാളാണ് ഞാൻ. വധശിക്ഷ ഒരു ശിക്ഷയാണെന്ന് കരുതുന്നയാളല്ല. താങ്കളിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി. എന്തായാലും നിങ്ങൾ ഇവിടെ ഉള്ള 3 അതിഥികളും ജയിലുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. എന്തായാലും ജയിലിലെ ജീവപര്യന്തം തടവിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. നിസാമിൻ്റെ കാര്യത്തിൽ അവിടെ ലഭിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങൾ കസ്റ്റഡിയിലുള്ള കാലങ്ങളിലൊക്കെ തന്നെ അത് ലഭിച്ചിട്ടുമുണ്ട്. ശ്രീ വാസുദേവൻ ബാബു, അവിടെ ഒരു സംശയം സ്വാഭാവികം പ്രകടിപ്പിക്കുന്നത് അത് ഉയർന്നു വരുന്നതല്ലേ? നിസാമിന് അവിടെ ഒരു സുഖ സൗകര്യങ്ങൾ 2 രീതിയിൽ, അല്ലെ, ചിലർക്ക് ചില സൗകര്യങ്ങൾ നിസാമിനെ പോലെയുള്ളവർക്ക് മറ്റു രീതിയിൽ ജയിലിനെ ഉപയോഗിക്കാൻ കഴിയുന്നു, അതിന് വാസ്തവം അല്ല. അതിനകത്ത് ഇപ്പോൾ ഞാനും ഫിലിപ്പം പ്രസാദും ഒന്ന് ജയിലിൽ കിടന്ന ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലും അറിവിലും ജയില് എന്ന് പറയുന്നത് വളരെ വ്യാപാര നിരതരമായൊരു സ്ഥലമാണ്. പണമുണ്ടെങ്കിൽ അവിടെ എന്തും നമുക്ക് സ്വകാര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. മദ്യമോ മയക്കുമരുന്നോ എന്തും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ആ അർത്ഥത്തിലൊന്നും ദുർലഭമായൊരു സ്ഥലമായി ഞാൻ കരുതുന്നതേയില്ല. ഒന്ന്, പണക്കാരൻ വരുന്നു നമ്മുടെ ജയിലിലേക്ക് എന്ന നിലയ്ക്ക്, പൂജപ്പുരയിലേക്കാണ് വരുന്നതെങ്കിൽ ആഘോഷം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും പ്രതീക്ഷ, ഇപ്പോൾ വരും നിസാം എന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇവരെയൊക്കെ പ്രത്യേകം കിടത്താനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ലൈഫറാണെങ്കിൽ പോലും പ്രത്യേകം കിടത്താവുന്ന സൗകര്യങ്ങളുമുണ്ട്. അത് ആ ജയിലൊക്കെ അങ്ങനെ തന്നെ പോകും. അല്ലെങ്കിൽ മാധ്യമങ്ങളത് കണ്ടെത്തി പറയണം. ബാലകൃഷ്ണയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്, ലക്ഷ്മണയുടെ കാര്യത്തിൽ കണ്ടതാണ്. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അനുഭവിച്ചത് തന്നെയാണ്. അപ്പോൾ അത് പോകട്ടെ. ഒരു കാര്യമുണ്ട്, ഇവിടെ വധശിക്ഷ വന്നിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മറ്റു കോടതികളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ജീവപര്യന്തമായി അത് മാറുമായിരുന്നേ. ഇപ്പം വധശിക്ഷ വരുന്നില്ല, ജീവപര്യന്തം. മറ്റു കോടതികളിൽ ഇതൊക്കെ എത്ര നിൽക്കുമെന്ന് നമുക്കറിയില്ല. എങ്കിലും കേരളത്തിൽ നടന്ന വിചാരണയുടെ കാര്യത്തിനകത്ത് എടുത്തു പറയാവുന്ന, ഒരുപക്ഷെ സാമൂഹിക ജാഗ്രതയുടെ തുറുകണ്ണ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതികൾക്ക് പോലും ആ മനസാക്ഷിക്കൊപ്പം ഉയർന്ന്, ജനമനസാക്ഷിക്കൊപ്പം ഉയർന്ന് ചുമ്മാ ഒരുത്തിനെ അടിച്ചു കൊന്നാൽ അങ്ങനെ വെറുതെ വിടുന്ന സ്ഥലമല്ല നീതിന്യായ വ്യവസ്ഥ കേരളത്തിൽ എന്ന നിലയ്ക്കൊരു കാര്യം വരുന്നു എന്നുള്ള ആശ്വാസദായകമായ ഒരു വശം ഈ വിധിക്കുണ്ട്. കേരളത്തിൽ എന്നുള്ളതിൽ ഒരു അടിവര വേണം. ഈ കേസ് തന്നെ കേരളത്തിന് പുറത്താണ് ഹൈക്കോടതി വിചാരണ ചെയ്യപ്പെടുന്നത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഒരുപക്ഷെ പലരും ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് ചെന്ന ശേഷം പശ്ചാത്താപം അല്ലെങ്കിൽ മനസ്താപമോ കേസിനെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു പശ്ചാത്താപമൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിസാമിൻ്റെ കാര്യത്തിൽ താങ്കൾ അദ്ദേഹം ചെയ്ത തെറ്റുകളെയൊക്കെ വെവ്വേറെയൊക്കെ വിവക്ഷിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചും ചെയ്ത കേസിൻ്റെയൊക്കെ ഗ്രാവിറ്റി നോക്കിയാൽ എത്രത്തോളം സാധ്യത അതിനുണ്ട്? കൊലപാതകികളായതുകൊണ്ട് ഒരു 90% സാധ്യത നന്നാകാനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് ഈ തീവ്രവാദികളോ അല്ലെങ്കിൽ അതുപോലെ ഉള്ളതായ ഈ പ്രോപ്പർട്ടി, ഈ ഡെക്കോയിറ്റ്സ്, സ്മഗ്ലേഴ്സ്, ഡ്രഗ് ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാറുകയില്ല. പക്ഷേ ഒരു കൊലപാതകി ആയതുകൊണ്ട് കൊലപാതകയിൽ മാനസാന്തരം വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ള പഠനങ്ങളിൽ കൊലപാതകം ഒരു പ്രാവശ്യമൊക്കെ മനുഷ്യൻ ചെയ്യുന്നുള്ളൂ, പല ആളുകളും.
ആവർത്തന സ്വഭാവമുള്ള ആളുകളാണ്, അതൊക്കെ എക്സെപ്ഷൻസാണ്. അങ്ങനെയുള്ളതായ ഈ കൊലപാതകികൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൊലപാതകം ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് അവരിൽ ബഹുഭൂരിപക്ഷം പേരിലും മാനസാന്തരം കാണുന്നത് കൊണ്ട് നിസാമും പെടാനുള്ള എല്ലാ സാധ്യതകളും ജയിലിൽ പോയാൽ ഉണ്ട് എന്ന് കരുതുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. ശ്രീ ഫിലിപ്പ് പ്രസാദ്, ഇതിൻ്റെ മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായാലും പൂർണ്ണ വിജയം, പ്രോസിക്യൂഷൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും പൂർണ്ണ വിജയം എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല അവിടെ മാധ്യമങ്ങളുടെ ഇടപെടൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതും ശ്ലാഘനീയം തന്നെയായിരുന്നു. ഇനി എന്തായാലും സ്വാഭാവികമായും അവകാശമുണ്ട് നിസാമിന് മേൽക്കോടതിയെ സമീപിക്കുക, അത് പോവുക തന്നെ ചെയ്യും. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് വന്ന ഈ മെറിറ്റ് ഏത് രീതിയിൽ നിശ്ചയിക്കപ്പെടും, അതിൻ്റെ തോത് തള്ളിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ, പൊതുവെ വളരെ ചുരുക്കിയ വാക്കുകളിലൂടെ വിലയിരുത്തിയ? ഒന്നാമത്തെ കാര്യം, ഇതിനകത്തെ അപകടം, നല്ല വക്കീലിനെ വെച്ച് നിസാം അപ്പീൽ കൊടുക്കും. ജാഗ്രതയില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിൽ ഒരു ചെറിയ ഉഴപ്പ് കൃത്രിമമായിട്ട് വരുത്താൻ കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ്, ഒരു പ്രോസിക്യൂട്ടർ എവിടെയെങ്കിലും ഒരു കമ്പി ഒന്ന് കടത്തിയാൽ മതി. ഈ കടത്തിയാൽ അപ്പീൽ ഇവിടെ തന്നെ തെറിക്കാൻ പോലും കാര്യം വീഴ്ചകൾ വരും. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ കോടതികൾ പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയാലും ജാഗ്രത പാലിക്കുന്ന കോടതികളാണ് കേരളത്തിൽ. ഇതങ്ങോട്ട് ഇവിടുന്ന് കയറി പൊന്തി സുപ്രീം കോടതിയിലേക്കൊക്കെ പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും, ഞാൻ തുറന്നു പറയുന്നില്ല, ഏറ്റവും നല്ല കോടതികൾ ഏറ്റവും അടിയിലാണ് എന്നേ ഞാൻ പറയുന്നു. ഞാൻ അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല കോടതികൾ ഏറ്റവും അടിയിലാണ്, ഏറ്റവും നല്ല കോടതികൾ ഏറ്റവും അടിയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ എല്ലാവർക്കും. ശ്രീ വാസുദേവ ബാബു, താങ്കളും ആ തരത്തിലാണ് കാണുന്നത്. വിൽപ്പൻ പ്രസാദിന്റെ ആ മുന്നോട്ട് വെച്ച രീതിയിൽ തന്നെയാണ്. എന്തായാലും മേൽക്കോടതിയിലേക്ക് പോകുമല്ലോ, പോവുക തന്നെ ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഇവിടെയെങ്കിലും ഇത്രയെങ്കിലും സൂചിപ്പിച്ചതുപോലെ പല കേസുകളിലും ഒന്നുകിൽ പ്രതിയായ അവസാനം കുറ്റപത്രം വെച്ച് കഴിയുമ്പോൾ നിസാമിന് പകരം അദ്ദേഹത്തിന്റെ സഹായിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കടന്നു വരാറുള്ള സ്വാഭാവികമായി. പക്ഷേ ഇന്ന് എന്തായാലും ഇങ്ങനെ വന്നില്ലേ, ഈ ഒരു വിധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷന്റെ വലിയൊരു വിജയം, അന്വേഷണ സംഘത്തിനും അവകാശപ്പെടാം. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായിരിക്കും, ഹൈക്കോടതിയിലേക്ക് അടക്കം പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് അപകടങ്ങളുടെ ഭാവി സാധ്യതകൾ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അത്രത്തോളം 1000 കോടി രൂപ ചെറിയ തുകയൊന്നുമല്ലല്ലോ പ്രജീഷേ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് തന്നെയാണല്ലോ പറയുന്നത്. അതുമാത്രമല്ല, ഒരു ഹാബിച്വൽ ക്രിമിനൽ അല്ല എന്ന് വിലയിരുത്താൻ പറ്റില്ല നിസാമിനെ. അദ്ദേഹം ഇപ്പോൾ ഒരാളെ കൊല്ലുന്നത് ഹാബിച്വൽ ക്രിമിനൽ തന്നെയാണ്. കാരണം നമുക്കറിയുന്നത് മാതിരിയാണെങ്കിൽ ഈ നിസാമിൻ്റെ 10 വയസ്സുള്ള മകനെ കൊണ്ട് BMW ഓടിക്കുന്നതിൻ്റെ ചിത്രം ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിലിട്ട് കേമത്തം കാണിക്കുന്ന ഈ പണക്കാരനെ, വൃത്തികെട്ട പണക്കാരനെ, ആ ടൈപ്പ് ആളുകളാണ് ഇവനൊക്കെ. ആ അർത്ഥത്തിൽ ഹാബിച്വൽ ക്രിമിനൽ തന്നെയാണ്. അപാര ക്രിമിനലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1000 കോടിയാണ് കയ്യിലിരിക്കുന്ന ഒരു തന്നെ. അത് വലിയ ദോഷവും വലിയ ദ്രോഹവുമാണ് വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇവനൊക്കെ എന്തും ചെയ്യും. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോളട്ടെ. ഇതിനകത്ത് പറഞ്ഞല്ലോ, കൂറുമാറിയ സാക്ഷി പറഞ്ഞതെന്താ, കൂറുമാറിയില്ലെങ്കിൽ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൊല്ലും. ഇതായിരുന്നല്ലോ പറഞ്ഞത്, പണവും കൊടുക്കാമെന്ന് പറഞ്ഞു. ആ അർത്ഥത്തിൽ ഭാര്യയെയും കുട്ടികളെയും കൊല്ലും എന്ന് പറഞ്ഞത് നിസാമിൻ്റെ അനിയനാണ്, വേറൊരു ക്രിമിനലാണ് ഇവനൊക്കെ. അങ്ങനെ ക്രിമിനൽ കുടുംബമായിരിക്കും ഇതൊക്കെ. അതുകൊണ്ട് ഇവനൊന്നും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല, പുനരാവിഷ്കരിക്കപ്പെടാനും പോകുന്നില്ല. പക്ഷെ നിവൃത്തിയില്ലല്ലോ, ഇത്രയൊക്കെ കഴിയുന്നു. വളരെ നന്ദി ശ്രീ വാസുദേവ ബാബു. ഒപ്പം തന്നെ ജെയിംസ് വടക്കഞ്ചേരി, ഒപ്പം നിയമവിദഗ്ധൻ കൂടിയായ വിൽപ്പൻ പ്രസാദ് ഈ അവസരത്തിൽ സ്റ്റുഡിയോയിലെത്തി കാര്യങ്ങളെ വിശകലനം ചെയ്തതിന്. ചന്ദ്രബോസ് വധക്കേസിൽ പൂർണ്ണാർത്ഥത്തിലുള്ള വിധി തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. പ്രതി നിസാമിന് ജീവപര്യന്തം തടവ് കൂടാതെ 24 വർഷം തടവ് കൂടി അനുഭവിക്കണം.